ഇവരെ മറ്റുള്ളവർ പറ്റിക്കുകയും കടബാധ്യത ഉണ്ടാവുകയും ചെയ്യാനുള്ള സാധ്യത ഈ ഫ്ലൈയിങ് സ്റ്റാർ നമ്പറിനുണ്ട്. വാസ്തുപ്രകാരം ഏറ്റവും നല്ല സ്ഥലത്താണ് ഡോർ നിൽക്കുന്നത്, പക്ഷെ ഫ്ലൈയിങ് സ്റ്റാർ പ്രകാരം മോശമുണ്ട്. വാസ്തു മാത്രം നോക്കിയാൽ പോരാ, ഫെങ്ഷുയിക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അടുത്ത സമയത്ത് ഞാനൊരു കൺസൾട്ടിങ്ങിന് ഒരു വീട്ടിൽ പോയി. അപ്പോൾ അവരുടെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ അവരിപ്പോൾ പുതിയ വീട് വെച്ചിട്ട് 3 വർഷമൊക്കെ ആകുന്നതേ ഉള്ളൂ. ഈ വീട് വെച്ചതിന് ശേഷം ഇവർക്ക് അവർ അതുവരെ താമസിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു പുരോഗതി ഇല്ല. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഹെൽത്ത് ഇഷ്യൂസും അവരെ ബാധിച്ചിട്ടുണ്ട്. അപ്പം അത് എന്താണെന്ന് നോക്കി അവർ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് എന്നെ വിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവസാനം ഒരു ഡേറ്റ് കൊടുത്തിട്ട് ഞാൻ അവിടെ ചെന്നു, കൺസൾട്ടിങ്ങിന് ചെന്നിട്ട് ആ വീടിൻ്റെ ഫ്ലൈയിങ് സ്റ്റാർ നമ്പർ എടുത്തു. ഫ്ലൈയിങ് സ്റ്റാർ നമ്പർ എടുത്തപ്പോൾ ആദ്യം ഞാൻ ആ വീട് പ്ലാൻ മൊത്തത്തിലൊന്ന് നോക്കി. വലിയ കുഴപ്പമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീടില് നോർത്തിലാണ് അവർക്ക് റോഡ് നിൽക്കുന്നത്. അതായത് നോർത്ത് ഫേസിംഗ് ആണ് അവരുടെ വീടിന്റെ ഇത്. അതില് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവർക്കൊരു ബെഡ്റൂം ഉണ്ട്. അഗ്നികോണിൽ അവർക്ക് കിച്ചൺ ഉണ്ട്. ഇവിടെ അവർക്ക് ഡൈനിങ് ഹാളാണ്. ഇത് ഒരു ഹാളാണ്. ഇത് ഞാൻ കറക്റ്റ് 9 നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതൊരു ഹാളാണ്, ഡൈനിങ് ഹാളാണ്. ഇതും ഹാളിന്റെ ഭാഗമാണ്. ഇത് ഇത്ര ഒരൊറ്റ ഹാളാണ്. ഇത് അവരുടെ ലിവിങ് റൂമാണ്. ഇത് അവർക്ക് ഇവിടെയും ഇത് വർക്ക് ഏരിയയും ഇത് കിച്ചണുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു പൊസിഷനാണ് അവരുടെ വീടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള വാസ്തു ഏകദേശം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം വടക്ക് പടിഞ്ഞാറ് ഒരു ബെഡ്റൂം, തെക്ക് പടിഞ്ഞാറ് ഒരു ബെഡ്റൂം, അഗ്നികോണിൽ അടുക്കള, ഈശാന കോണിൽ പ്രധാന വാതിൽ അഥവാ സിറ്റ് ഔട്ട്. വീട് സ്ക്വയർ ഷേപ്പിലാണ്. പക്ഷെ പിന്നെ അവർക്ക് എന്താ ബാധിച്ചത് എന്നുള്ളത് നോക്കാനായിട്ട് വീടിന്റെ ഫ്ലൈയിങ് സ്റ്റാർ ഞാൻ എടുത്തപ്പോൾ ഓരോ ദിക്കിലും വന്നിരിക്കുന്ന ഫ്ലൈയിങ് സ്റ്റാർ നമ്പർ, ഇത് ഒറിജിനൽ കാര്യമാണ് ഞാൻ പറയുന്നത്, ഓരോ ദിക്കിലും വന്നിരിക്കുന്ന ഫ്ലൈയിങ് സ്റ്റാർ നമ്പറുകളാണ് ഞാൻ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലൈയിങ് സ്റ്റാർ നമ്പർ എടുത്തപ്പോൾ ഇവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു ഏത് റൂമിലാണ് കിടക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവര് ഈ റൂമിലാണ് കിടക്കുന്നത്. അതായത് നോർത്ത് വെസ്റ്റ് ബെഡ്റൂമിലാണ് കിടക്കുന്നത്. ഇവരുടെ ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആണ്. അപ്പോൾ വാസ്തുവിൽ നമുക്ക് നോർത്ത് വെസ്റ്റിൽ കിടക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ ഫ്ലൈയിങ് സ്റ്റാർ നമ്പർ നോക്കിയപ്പം 25 എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനിലാണ് അവർ കിടക്കുന്നത്. ഇവരുടെ ആരോഗ്യ പ്രശ്നത്തിന്റെ കാരണം ഈ ബെഡ്റൂമിൽ കിടക്കുന്നതാണ്. അപ്പോഴവര് എടുത്ത് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ഈ ബെഡ്റൂമിൽ കിടക്കുന്നത്, നിങ്ങൾക്ക് കന്നിമൂല ബെഡ്റൂമിൽ കിടന്നൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഈ ബെഡ്റൂമിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇത് കോട്ടയത്താണ് ഈ വീട്, ഇത് ഉറങ്ങാൻ പറ്റുന്നില്ല. നമുക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് കണക്ക് തോന്നുന്നുണ്ട്. അപ്പൊ നമ്മൾ പെൻഡുലം വെച്ച് അത് ഡൗസ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഇതിനകത്ത് ഈ ബെഡ്റൂമിനകത്ത് ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്. അതായത് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഭൂമിക്ക് അടിയിൽ ഉണ്ടാവുന്ന ചില ജിയോപ്പതിക് സ്ട്രെസ് ഉണ്ട്. അത് ചില വീടുകളിലുണ്ട്, ചില വീടുകളിലില്ല. എല്ലാ വീട്ടിലും കാണത്തില്ല, അപൂർവം ചില വീടുകളിൽ കാണും. അപ്പൊ അത്തരത്തിലുള്ള ഒരു ജിയോപ്പതിക് സ്ട്രെസ് ഉള്ള ഒരു ഏരിയയിലാണ് നമ്മൾ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പെൻഡുലം വെച്ച് നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ 1-2 റെമഡികൾ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ആ ഒരു ദോഷം അവിടെ മാറുന്നുമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്ന റെമഡികൾ ചെയ്തുകൊണ്ട് ഈ റൂമിൽ കിടക്കുക, ഈ റൂമിൽ നിന്ന് മാറുക. ഈ റൂമിൽ എന്താണ്, ഈ റൂമിനെ നിങ്ങൾ ഗസ്റ്റ് റൂം ആക്കുക. കാരണം ഗസ്റ്റ് 1-2 ദിവസം വന്ന് നിന്ന് പോകും. സ്ഥിരമായിട്ടൊരാൾ ഈ റൂമിൽ കിടന്നാൽ വലിയ ആരോഗ്യ പ്രശ്നം പിടികൂടും. അപ്പൊ ഇത് ഫ്ലൈയിങ് സ്റ്റാർ നമ്പറിലൂടെയാണ് നോക്കാൻ പറ്റുന്നത്. വാസ്തുവിൽ ഇവിടെ കാണാൻ ഒരു കുഴപ്പമില്ല. കന്നിമൂലയിലും ബെഡ്റൂം ഉണ്ട്, വടക്ക് പടിഞ്ഞാറ് വായുവിലും ബെഡ്റൂം. പക്ഷേ ഫ്ലൈയിങ് സ്റ്റാർ നമ്പർ എടുത്തപ്പോഴോ ഇവിടെ ആരോഗ്യ പ്രശ്നമുണ്ട്. ഈ ഫ്ലൈയിങ് സ്റ്റാർ നമ്പർ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഒരു മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ, നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് ഡോക്ടർ നമുക്ക് നെറ്റിയിൽ കൈവച്ച് നോക്കി ചൂടുണ്ടോ, കണ്ണ് പിടിച്ച് നോക്കി, അല്ലെങ്കിൽ നാക്ക് നോക്കി, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് പുറമേ ഉള്ള പ്രശ്നങ്ങൾ ഡോക്ടർക്ക് പറയാൻ പറ്റും. അതുപോലെയാണ് നമ്മൾ ഈ വീടിന്റെ ഓരോ ദിക്കും പരിശോധിച്ച് കാര്യങ്ങൾ പറയുന്നത്. അതേസമയം അപ്പോൾ ഇതിൽ പരിശോധിച്ച് നോക്കിയിട്ട് പുറമേ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഡോക്ടർക്ക് നോക്കിയിട്ട് ഈ വ്യക്തിയെ സ്കാൻ ചെയ്യുന്നു എന്ന് കരുതുക. ആ ഒരു മെത്തേഡാണ് ഇതിന്റെ ഫ്ലൈയിങ് സ്റ്റാർ നമ്പർ എടുക്കുന്നത്. അത് നമുക്ക് പുറമേ കാണാൻ പറ്റത്തില്ല. പക്ഷെ ഒരു വീട്ടിൽ ചെന്നാൽ നല്ലൊരു ഫെങ്ഷി കൺസൾട്ടിന് അതിന്റെ ഫ്ലൈയിങ് സ്റ്റാർ നമ്പർ എടുക്കാൻ പറ്റും. ആ ഫ്ലൈയിങ് സ്റ്റാർ നമ്പർ എടുത്തപ്പോഴത്തേക്കാണ്, അതായത് സ്കാൻ ചെയ്ത് റിപ്പോർട്ട് വന്നപ്പോഴാണ് ഈ ഒരു പ്രോബ്ലം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഇനി മറ്റൊരു പ്രോബ്ലം കൂടെ പറയാം. ഇവര് വാസ്തുപ്രകാരം നമ്മൾ എന്താ പഠിപ്പിച്ചാക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത്, വീടിന്റെ സെന്ററിൽ നിന്ന് ഇപ്പുറത്തോട്ട്, അതായത് വീടിന്റെ പകുതിയിൽ നിന്നും ഇപ്പുറത്തോട്ട് നമുക്ക് ഉച്ചഭാഗത്ത് ഡോറ് വെക്കാം. അപ്പൊ ഇവരുടെ ഡോർ എവിടെയാണ്? നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ്, ഉച്ചഭാഗത്താണ് ഡോർ വന്നിരിക്കുന്നത്. പക്ഷെ ഇവർക്ക്
പുരോഗതിയില്ല. ആരോഗ്യ പ്രശ്നം ഉണ്ടെന്ന് മാത്രമല്ല, പുരോഗതിയില്ല. നോക്കിയപ്പോൾ ഇവിടുത്തെ ഫ്ലൈയിങ് സ്റ്റാർ നമ്പർ 97 ആണ്. ഇവരെ മറ്റുള്ളവർ പറ്റിക്കുകയും കടബാധ്യത ഉണ്ടാവുകയും ചെയ്യാനുള്ള സാധ്യത ഈ ഫ്ലൈയിങ് സ്റ്റാർ നമ്പറിനുണ്ട്. മോശം സ്റ്റാറിലാണ് നിൽക്കുന്നത്. വാസ്തുപ്രകാരം ഏറ്റവും നല്ല സ്ഥലത്താണ് ഡോർ നിൽക്കുന്നത്, പക്ഷെ ഫ്ലൈയിങ് സ്റ്റാർ പ്രകാരം മോശമുണ്ട്. ഇനി ഇവരുടെ ഡോറ് ഇവിടെ ആയിരുന്നു. ഇവർ ഈ വീട് പണിയുന്നതിന് മുമ്പ് എന്നെ വിളിച്ച് കൺസൾട്ട് ചെയ്യിച്ചു എന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവരുടെ ഡോറ് ഇവിടെ കൊടുത്തനെ, മെയിൻ ഡോർ ഇവിടെ കൊടുക്കുമ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു? വാസ്തുപ്രകാരം വീടിന്റെ പകുതിക്കിപ്പുറം ഡോർ വന്നു. ഫെങ്ഷി പ്രകാരം 7-9 എന്ന് പറയുന്ന കോമ്പിനേഷനിലേക്കാണ് ഞാൻ എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് 9-7 കോമ്പിനേഷനിലേക്കാണ് ഇപ്പോൾ ഇവിടെ എൻട്രൻസ് നിൽക്കുന്നത്. ഇവിടെ ആണെങ്കിലോ 7-9 കോമ്പിനേഷനിലാണ് എൻട്രൻസ് കൊടുത്തത്. ഈ 9 എന്ന് പറയുന്നത് 2024 മുതൽ 2044 വരെയുള്ള വെൽത്ത് സ്റ്റാർ ആണ് 9. അങ്ങനെയാണെങ്കിൽ ഇവരെന്നെ വിളിക്കേണ്ട കാര്യമുണ്ടോ? സമ്പത്ത് ഇവിടത്തേക്ക് ഇടിച്ചു കയറില്ലേ? അതാണ് അവരുടെ അവിടെ വന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. കാരണം വാസ്തു നമ്മൾ നോക്കുന്നതിനോടൊപ്പം തന്നെ ഫെങ്ഷിയും കൂടെ ഒന്ന് നോക്കി, ഇവിടെ ചെറിയ മിസ്റ്റേക്ക് ഫെങ്ഷിയോടെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? നമുക്ക് ഇവിടെ തന്നെ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റിയേനെ. അതായത് ഇവിടെ നിന്നിട്ട് ഒരു 5 അടി മാറി അവരുടെ ഡോർ കൊടുത്തിരുന്നെങ്കിൽ അവിടെ പ്രശ്നം അവിടെ സോൾവ് ആയേനെ. ഈ പ്രശ്നം നല്ല പ്രോസ്പെരിറ്റി ഉള്ള സ്റ്റാർ വന്നേനെ. ഈ ഒരു പ്രോബ്ലം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് നമുക്ക് ഫെങ്ഷിയുടെ റെമഡി ചെയ്യാം. നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്ക് ഈ സ്റ്റാർ കണ്ടുപിടിക്കാം, അതിനുള്ള റെമഡിയും കൂടെ ചെയ്തിട്ട് ആ റൂമിൽ കിടന്നാൽ ഇത്രയും ബാധിക്കില്ലായിരുന്നു. ഇതാണ് ആ വാസ്തുവും ഫെങ്ഷിയും ആയിട്ടുള്ള ഒരു വ്യത്യാസം. അപ്പം നിങ്ങൾ വാസ്തു നോക്കുക, അതിനോടൊപ്പം തന്നെ ഫെങ്ഷിയുടെ ഫ്ലൈയിങ് സ്റ്റാർ നമ്പറുകളെയും കൂടെ പരിഗണിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളിലേക്ക് കൊണ്ടെത്താനായിട്ട് നിങ്ങളെ സഹായിക്കും. നമുക്ക് 1-2 ടൂളുകൾ നോക്കാം. വീടിന്റെ സമ്പത്തും സൗഭാഗ്യങ്ങളും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൂൾസുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിലൂടെ ഉപയോഗിക്കാവുന്ന മറ്റൊരു പ്രധാന ടൂൾസ് എന്ന് പറയുന്നത് ഗോമതി ചക്രമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു 11 ഗോമതി ചക്രം ഒരു മഞ്ഞ പട്ടിന്റെ തുണിയിൽ പൊതിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കുന്നത്, ചിലർ പറയില്ലേ നാഗദോഷങ്ങൾ എന്നൊക്കെ പറയില്ലേ, അത്തരത്തിലുള്ള ദോഷങ്ങൾ ഒഴിവാകാനും സമ്പത്ത് വർദ്ധിപ്പിക്കാനും നല്ലൊരു ടൂളായിട്ട് ഇതിനെ കണക്കാക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം, കുട്ടികളുടെ കലാപരമായിട്ടുള്ള വിജയങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടിയിട്ട് ഡ്രാഗൺ ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള ഒരു സ്റ്റാച്ചു നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പ്രധാന ഡോറിന് പുറത്ത് ആ ഡോറിന്റെ മുകളിൽ ഇത് സ്ഥാപിക്കുന്നത് ഒരുപാട് നല്ല നേട്ടങ്ങൾ നേടാനായിട്ട് ഈ ഒരു ടൂള് നമ്മളെ സഹായിക്കുന്നതാണ്. അതുപോലെ എല്ലാ വീടുകളിലും ഇപ്പോൾ ഒരു വീട് ഒരാൾ വിളിച്ചിട്ട് ചോദിക്കും, സാറേ എനിക്കൊരു ഫെങ്ഷി ടൂള് വെച്ചാൽ കൊള്ളാമെന്നിട്ട് ഞാൻ ഏത് വെച്ചിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഇത്തരത്തിലുള്ളൊരു ട്രാവലിംഗ് ബുദ്ധ വാങ്ങിച്ച് നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കുക. ഇത് ഒരുപാട് സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ട്രാവലിംഗ് ബുദ്ധ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.